ഹലോ ഗൈസ്, അപ്പത്തെ നമ്മൾ ഇന്നുള്ളത് ആലുവയിലാണ്. നമ്മുടെ മെട്രോ നഗരമായ കൊച്ചിയുടെ പുരോഗമന വേഗതയ്ക്കൊപ്പം ചുവട് പിടിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമായ ആലുവ, മണപ്പുറമുള്ള ആലുവ, അതുപോലെ തന്നെ നമ്മുടെ മെട്രോ സ്റ്റേഷനുള്ള ആലുവ, രാജഗിരി ഹോസ്പിറ്റലുള്ള ആലുവ, ലുലു മാളിന്റെ അടുത്തായ ആലുവ. ഈ ആലുവയിൽ വരാനൊരു പ്രത്യേക കാരണമുണ്ട്. കുബേരൻ എന്നുള്ള സിനിമയിൽ ഒരു ആയുഷ്കാലം മുഴുവൻ പണിയെടുത്തുകൊണ്ട് ഒരു ദിവസം ആഡംബര ഹൗസിൽ ചെലവഴിക്കാൻ പോകുന്ന ദിലീപിന്റെ ഒരു ക്യാരക്ടർ ഓർമ്മയില്ലേ? അത്തരത്തിൽ ഞാനും ഒരു ലക്ഷറി വില്ലയിൽ താമസിക്കുന്ന എന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് ഈ കാണുന്ന ഒരു വില്ലയിലേക്കുള്ള ഒരു വരവാണ്. ഗ്ലാസ് റിവർ റിട്രീറ്റ് എന്നാണ് ഈ വില്ലയുടെ പേര്. വില്ലയുടെ പേര് സൂചിപ്പിക്കും വിധം ഗ്ലാസുകൾ കൊണ്ടാണ് ഈ വീടിന്റെ 75% വർക്കുകളും തീർത്തിരിക്കുന്നത്. ശാന്തസുന്ദരമായി ഒഴുകുന്ന പെരിയാറിന്റെ തീരത്താണ് ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂള് ഈ വില്ലയുടെ മുൻപിലായിട്ടുണ്ട്. ലക്ഷറി ആഗ്രഹിച്ചു വരുന്ന ഏതൊരു ഫാമിലിക്കും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റികളും ഈ ഒരു വില്ലയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുൻപിലായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വൃക്ഷലതാദികളും ചെടികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു പൂന്തോട്ടവും അതിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഊഞ്ഞാലുമുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത നമ്മുടെ പെരിയാറിൽ നിന്നുള്ള മന്ദമാരുതനാണ്. എന്തു മനോഹരമായിട്ടുള്ള ഒരു കാറ്റാണെന്നറിയാമോ സദാസമയവും ഈ ഒരു വില്ലയിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വില്ലയുടെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ ഒരു ആഡംബരമാണ്. എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും ആഡംബരം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വില്ലയിലുണ്ട്. ഈ വീട്ടിൽ ഒരിക്കലും തന്നെ കറണ്ട് പോവുകയില്ല, കാരണം സോളാർ എനർജി ലഭ്യമാണ്. കൂടാതെ വൈഫൈ, TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഓവൻ, സ്റ്റൗ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, വാട്ടർ ഫിൽറ്റർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ അവർ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ വരുന്നവർക്ക് ലക്ഷറി ആയിട്ട് താമസിക്കുക എന്നുള്ള ആഗ്രഹം കറക്റ്റായിട്ട് 100% ആയിട്ട് സഫലീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വില്ലയുടെ ലിവിംഗ് റൂമാണ്. എന്ത് ബുദ്ധിപരമായിട്ടാണ് ഈ ലിവിംഗ് റൂമിന്റെ ആർക്കിടെക്ചറൽ വർക്ക് അവർ ചെയ്തിരിക്കുന്നത് നോക്കുക. രണ്ട് ഭാഗത്തും ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു വ്യാപ്തി വളരെ വലുതായിട്ട് കാണുന്നു. മാത്രമല്ല ഈ ലിവിംഗ് റൂമിന്റെ ഹൈറ്റ് ടോട്ടൽ ബിൽഡിംഗിന്റെ ഹൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലിവിംഗ് റൂമിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഫുള്ളി ഫർണിഷ്ഡ് കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും ഉള്ളത്. റൈറ്റ് സൈഡിലായിട്ടാണ് ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂം ഉള്ളത്. നമുക്കൊന്ന് റൂം ഒന്ന് തുറന്നു നോക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ഒരു കിങ് സൈസ് ബെഡും കോട്ടുമാണ് ഇതിൽ പ്രധാനപ്പെട്ട ആകർഷണം. AC, ഫാൻ എന്നിവയെല്ലാം തന്നെ എല്ലാ ബെഡ്റൂമിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ കോട്ടിന്റെ ഡിസൈൻ വളരെ പ്രത്യേകതകളുള്ള ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഈ റൂമിന് മുമ്പിലായിട്ട് ഒരു കേർട്ടൺ ഉണ്ട്. ഈ കേർട്ടൺ മാറ്റിയാൽ ഈ റൂമിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് പെരിയാറിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അലങ്കാര പണികളാണ് ഈ ഒരു റൂമിൽ അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിനൻ, കോട്ടൺ, വൈറ്റ് ക്ലോത്തുകൾ ഉപയോഗിച്ചിട്ടാണ് ബെഡ്ഷീറ്റുകളും കവറുകളും നിർമ്മിച്ചിരിക്കുന്നത്. മുൻപിലുള്ള കർട്ടൺ മാറ്റിയാൽ മനോഹരമായിട്ടുള്ള പെരിയാറിന്റെ കാഴ്ചകൾ നമുക്കിവിടെ നിന്നുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ സാധിക്കും. മാത്രമല്ല മുൻപിലത്തെ ഗാർഡനും സ്വിമ്മിംഗ് പൂളും ഇവിടെ നിന്ന് വീക്ഷിക്കുവാൻ സാധിക്കും. ഈ കാണുന്നതാണ് വില്ലയുടെ പുറത്തുനിന്നുള്ള എക്സ്റ്റീരിയർ വ്യൂ. ഈ കാണുന്നതാണ് വില്ലയുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂം. വളരെ സുതാര്യമായിട്ടുള്ള ഗ്ലാസുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തും അകത്തു നിന്നുള്ള കാഴ്ചകൾ വളരെ സുതാര്യമായിട്ട് കാണുവാൻ സാധിക്കും. പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് ഈ കാഴ്ചകളെ മറയ്ക്കുന്നതിന് വേണ്ടി ഉള്ളിൽ കേർട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ കേർട്ടന്റെ അപ്പുറത്തായിട്ട് ഷട്ടറുമുണ്ട്. ഓട്ടോമാറ്റിക് ഷട്ടറുകളാണ് എല്ലാ റൂമിലും ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. റൂമുകളിലെല്ലാം തന്നെ ഇരുന്നു കൊണ്ട് വായിക്കുന്നതിനും എഴുതുന്നതിനുമുള്ള കസേരകളും ടേബിളുകളുമുണ്ട്. ഈ കാണുന്നതാണ് ടോയ്ലറ്റ് സൗകര്യം. അവിടെ തന്നെ ലഗേജുകൾ കീപ്പ് ചെയ്യാനുള്ള അളമാരകളും അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോയി ഫ്രഷ് ആയിട്ട് വരാം. നമുക്കൊന്ന് ഉള്ളിലേക്ക് ഈ സ്ലൈഡ് ഡോർ മാറ്റിയിട്ട് ഉള്ളിലേക്ക് വരാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ടോയ്ലറ്റ് തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനും ടോയ്ലറ്റ് സൗകര്യവും ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ അപ്പുറത്ത് കുളിക്കുന്നതിനുള്ള സൗകര്യമാണ്. അതൊരു ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ചാണ് രണ്ടും തമ്മിൽ വിഭജിച്ചിരിക്കുന്നത്. ടോയ്ലറ്റിന്റെ ഗ്ലാസുകളിലേക്ക് നല്ല വെളിച്ചം വീഴുന്ന തരത്തിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഖം വാഷ് ചെയ്താൽ തന്നെ നല്ല ലെവലിൽ നമ്മുടെ മുഖം ക്ലിയർ ആയിട്ട് കാണുവാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലക്ഷൂറിയസ് ടോയ്ലറ്റ് തന്നെയാണ് എല്ലാ റൂമുകളിലും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമിൽ നിന്നും ഞാൻ വീണ്ടും എത്തിയത് മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിവിംഗ് റൂമിലേക്കാണ്. ലിവിംഗ് റൂമിന്റെ സെന്ററിലായി ഓർണമെന്റൽ ഫിഷുകൾ ഇട്ടിരിക്കുന്ന ഒരു ഫിഷ് ടാങ്ക് തന്നെയുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് കോമൺ ടോയ്ലറ്റും വാഷ് ബേസിനും വരുന്നത്. കോമൺ ടോയ്ലറ്റും കോമൺ വാഷ് ബേസിനും 5 സ്റ്റാർ ഹോട്ടലുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടും ശുദ്ധിയായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിന്റെ മറ്റൊരു പ്രത്യേകത, ലിവിംഗ് റൂമിന്റെ പല ഭാഗങ്ങളിലായി ആലുവയുടെ ചരിത്രങ്ങൾ പറയുന്ന പല ഫലകങ്ങൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലിവിംഗ് റൂമിന്റെ ഈ ഒരു ഭാഗത്തായി വരുന്ന ഈ കൽ ടൈലുകൾ ചെന്നെത്തുന്നത് കോമൺ ടോയ്ലറ്റിലേക്കാണ്. കോമൺ ടോയ്ലറ്റിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ ഹൈറ്റ് തന്നെയാണ്. ഈ ഹൈറ്റ് ഈ ഒരു വില്ലയുടെ മൊത്തം ഹൈറ്റുമായി അനുപാതമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൂര്യപ്രകാശം ഈ ഒരു കോമൺ ടോയ്ലറ്റിലേക്ക് എത്തുന്നു. ഞാൻ വീണ്ടും ലിവിംഗ് റൂമിലേക്ക് എത്തുകയാണ്. ലിവിംഗ് റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലുവയുടെ പലതരത്തിലുള്ള ഹിസ്റ്ററികൾ ഈ ഒരു ഭാഗങ്ങളിലായി ഫലകം ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് കൗതുകവും വിജ്ഞാനപ്രദവുമാണ്. ലിവിംഗ് റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലിവിംഗ് റൂമിന്റെ ഒരു
ഒരു ഭാഗത്തായിട്ട് വരുന്ന ഭീമാകാരമായിട്ടുള്ള ഗ്ലാസ് ഭിത്തികൾ തന്നെയാണ്. കൂൾ ഫിലിം ഒട്ടിച്ചിട്ടുള്ള ആ ഗ്ലാസ് ഭിത്തികളിലൂടെ പുറത്തുള്ള ആകാശ കാഴ്ചകളും മറ്റു കാഴ്ചകളും സന്ദർശകർക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നു. രാത്രിയായി കഴിഞ്ഞാൽ ഈ ലിവിംഗ് റൂമിന്റെ തനി റിഫ്ലക്ഷൻ ഈ ഒരു ഗ്ലാസ് ഭിത്തികളിൽ പതിയുന്നു എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ്. ലിവിംഗ് റൂമിലെ ഗ്ലാസ് ഭിത്തികൾക്ക് അടിയിലായിട്ട് ഏതാനും സോഫകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ സോഫകളും തന്നെ വുഡൻ മേക്കിങ്ങും നല്ല ലെതർ കൊണ്ടുള്ള സോഫകളുമാണ്. ചെറിയ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സോഫകളും മുതിർന്നവർക്ക് ഇരിക്കാനുള്ള സോഫകളുമെല്ലാം തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിന്റെ ഇടതുവശത്തായിട്ടാണ് ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഓപ്പൺ കിച്ചണും വരുന്നത്. ഈ ഭാഗമാണ് ഡൈനിങ് ഏരിയ. ഇവിടെ തന്നെ ടിവിയും അതുപോലെ തന്നെ ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ പാത്രങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചണിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, അതുപോലെ തന്നെ നല്ല സ്റ്റൗ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന സന്ദർശകർക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഫിൽട്ടർ, ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉടമ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും തന്നെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മെയിൻ്റെനൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓപ്പൺ കിച്ചണിൽ ഒരു ചായ ഉണ്ടാക്കി അത് കുടിച്ചിരിക്കുമ്പോഴാണ് ഓർത്തത് ബാക്കി 3 റൂമുകൾ കൂടി കാണാനുണ്ട്. ലിവിംഗ് റൂമിൽ നിന്നും ഈ കാണുന്ന സ്റ്റെയർകേഴ്സ് വഴി വേണം മുകളിലേക്ക് എത്താനായിട്ട്. ഞാൻ കയറി വരുന്ന സ്റ്റെയർകേഴ്സിന്റെ ഇടതുവശത്തായി മറ്റൊരു സ്റ്റെയർകേഴ്സ് കൂടിയുണ്ട്. അത് പുറത്തുനിന്നുള്ള മറ്റൊരു എൻട്രൻസ് ആണ്. ആ സ്റ്റെയർകേഴ്സ് വഴി എത്തിയാൽ കാണുന്നത് ഈ ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ അതിമനോഹരമായിട്ട് കാണുവാൻ സാധിക്കും എന്നുള്ളതും ഈ ഒരു ബാൽക്കണിയുടെ പ്രത്യേകതയാണ്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ അടിയിലൂടെയുള്ള സ്റ്റെയർകേഴ്സിലൂടെയുള്ള എൻട്രൻസ്. ആ എൻട്രൻസ് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം വീടിന്റെ ഉള്ളിൽ എളുപ്പത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ റൂം. ആദ്യത്തെ റൂമിനേക്കാളും ബാക്കി ഇനി വരുന്ന 2 റൂമിനേക്കാളും അപേക്ഷിച്ച് ഈ റൂമിന് ബാൽക്കണി വ്യൂ കുറവാണ്. ഇതൊരു ഉള്ളിലായിട്ട് വരുന്ന റൂം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇതിനുള്ളിലും കിങ് സൈസ് ബെഡും ലക്ഷൂറിയസ് ടോയ്ലറ്റും AC-യും ഫാനും എന്നുവേണ്ട എല്ലാ സാധനങ്ങളും മറ്റു റൂമുകളിൽ ഉള്ളതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഈ റൂമിന്റെ പ്രത്യേകതയാണ്. ഈ റൂമിലും സ്റ്റാൻഡേർഡ് ലിനൻ കോട്ടൺ ക്ലോത്തുകൾ തന്നെയാണ് ബെഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്പനേരം വിശ്രമിക്കാമെന്ന് കരുതി ഞാൻ അവിടെ കിടന്നു. ദേ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രൻസ്. ഈ എൻട്രൻസ് വഴി നമുക്ക് വീടിനുള്ളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും സാധിക്കുന്നു. നേരത്തെ പറഞ്ഞ ഗാർഡൻ എല്ലാനും ഈ വീടിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ വീണ്ടും എഴുന്നേറ്റു. ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇതാണ് ഈ റൂമിന്റെ ടോയ്ലറ്റ്. ഈ റൂമിന്റെ ടോയ്ലറ്റും മറ്റു ടോയ്ലറ്റുകൾ പോലെ തന്നെ ലക്ഷൂറിയസ് ടോയ്ലറ്റ് ആണ്. എല്ലാം ഒരുപോലെ തന്നെ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വാഷ് ബേസിനും അതുപോലെ തന്നെ സ്ലൈഡ് ഡോറും എല്ലാം എല്ലാത്തിനുമുണ്ട്. ഈ സ്ലൈഡ് ഡോർ ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് ടോയ്ലറ്റും അതുപോലെ തന്നെ ആ ഗ്ലാസ് ഡോർ പാർട്ടീഷൻ ഒന്ന് തുറന്ന് ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് ബാത്ത് ചെയ്യുന്നതിനുള്ള സൗകര്യവുമെല്ലാം ഈ ഒരു ടോയ്ലറ്റിലും അറേഞ്ച് ചെയ്തിരിക്കുന്നു. എല്ലാ റൂമിലും ഒരുപോലത്തെ തന്നെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ടോയ്ലറ്റുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ വില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ ടൈലുകളും ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത 2 റൂമുകൾ കൂടി കാണുവാനായിട്ടാണ്. ലിവിംഗ് റൂമിൽ നിന്ന് കയറി വരുന്ന ആ ഒരു സ്റ്റെയർകേഴ്സ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്റ്റെയർകേഴ്സ് വഴി മുകളിലേക്ക് കയറി പോകുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വുഡുകൾ കൊണ്ടുള്ള സ്റ്റെയർകേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ മുകളിലേക്ക് എത്തിയാൽ ഒരു പാലം പോലെയുള്ള സ്ഥലത്താണ് എത്തുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ സോഫകൾ കൊണ്ടുള്ള ലിവിംഗ് റൂമും ലെഫ്റ്റ് സൈഡിലായിട്ട് ഗാർഡൻ വെച്ചിരിക്കുന്ന ലിവിംഗ് റൂമുമാണ് ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ അതിമനോഹരമായിട്ട് ആ ഭീമാകാരമായിട്ടുള്ള ഗ്ലാസ് ഭിത്തികൾ കാണുവാൻ സാധിക്കും. അതിന്റെ അടിയിലായിട്ട് സന്ദർശകർക്ക് ഇരിക്കാനായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സോഫകളും, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയാൽ ഈ കാണുന്ന കാഴ്ചയാണ്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പ്ലാന്റും അതുപോലെ തന്നെ എല്ലാനും ഈ ഒരു ഭാഗത്തും അറേഞ്ച് ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലിവിംഗ് റൂം തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മുകളിലത്തെ നിലയിലായാലും ഇവിടെയും കോമൺ ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും വിശ്രമ കേന്ദ്രവുമെല്ലാം ഇവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് 3ാമത്തെ റൂം വരുന്നത്. ഇതാണ് 3ാമത്തെ റൂം. എന്ത് മനോഹരമായിട്ടാണ് ഈ 3ാമത്തെ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. മറ്റും റൂമുകളിൽ ഉള്ളതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റികളും ഈ റൂമിലുമുണ്ട്. AC, ഫാൻ, ലൈറ്റ്സ്, ലക്ഷൂറിയസ് ടോയ്ലറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ റൂമിലും അറേഞ്ച് ചെയ്തിരിക്കുന്നു. നേരത്തെ മറ്റു റൂമുകളിൽ കണ്ടതുപോലെ തന്നെ ലിനൻ, കോട്ടൺ, വൈറ്റ് ക്ലോത്തുകൾ കൊണ്ടാണ് ഇവിടുത്തെ ബെഡുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴത്തെ റൂമിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ആ കോട്ടിന്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു കോട്ടിലുമുള്ളത്. അല്പം ഞാൻ ഇവിടെയും വിശ്രമിച്ചു. നല്ല സുഖമുണ്ടായിരുന്നു ഉറങ്ങാൻ. അങ്ങകലെ ഒരു തീവണ്ടി ചൂളം വിളിച്ചുകൊണ്ട് പാറിപ്പറന്ന് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു കേട്ടൺ ഒന്ന്
മാറ്റിയാൽ എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ പതുക്കെ എഴുന്നേറ്റ് കർട്ടൻ മാറ്റാനുള്ള തിരക്കിലാണ്. ഇതാ കർട്ടൻ 2 സൈഡിലേക്ക് നമുക്ക് മാറ്റാം. കട്ടിയുള്ള ക്ലോത്തുകൾ കൊണ്ടാണ് കർട്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. കർട്ടൻ മാറ്റിയാൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. താഴത്ത് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വ്യൂ, അങ്ങകലെ നമ്മുടെ പെരിയാറിലേക്കുള്ള വ്യൂ, അതുപോലെ ഇപ്പുറത്ത് തോട്ടത്തിലേക്കുള്ള വ്യൂ എല്ലാം മനോഹരമാണ്. ഒരു മഴയത്ത് ഈ റൂമിൽ വന്ന് താമസിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ് അതൊരിക്കലും വർണ്ണിക്കാൻ സാധിക്കില്ല. കിടു ആംബിയൻസ് തന്നെയായിരിക്കും. എൻ്റെ റൂമിലെ സൂം ഒന്ന് ചലിപ്പിച്ചിട്ട് ഞാൻ ആ പുറത്തുള്ള കാഴ്ച ബെഡിൽ നിന്ന് എത്രത്തോളം കിട്ടുമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുകയായിരുന്നു. ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെരിയാറിലെ ഒഴുക്ക് കാണുവാൻ സാധിക്കും. എന്തു മനോഹരമായിട്ടാണ്, എന്ത് ശാന്തമായിട്ടാണ് പെരിയാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റൂമുകൾക്കെല്ലാം തന്നെ ഒരു ഷട്ടർ പാർട്ടീഷനുണ്ട്. ഈ ഷട്ടർ ഇട്ടാൽ തന്നെ നമ്മുടെ പ്രൈവസി നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഷട്ടറുകളും ഓട്ടോമാറ്റിക് ഷട്ടറുകളാണ്. വെറുതെ റിമോട്ട് അമർത്തിയാൽ മതി, ഷട്ടറുകൾ താനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഈ റൂമുകൾ സൃഷ്ടിക്കുന്നില്ല എന്നതും കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇവിടുത്തെ ലക്ഷൂറിയസ് ടോയ്ലറ്റ് കാണാനായിട്ടാണ് പോകുന്നത്. നേരത്തെ മറ്റു റൂമുകളിൽ കണ്ടതുപോലെ തന്നെയുള്ള ലക്ഷൂറിയസ് ടോയ്ലറ്റ് തന്നെയാണ് ഇവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചെറിയ വാഷ് ബേസിനും നല്ല മിററും അപ്പുറത്ത് കുളിക്കുന്നതിനുള്ള ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ കൊണ്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എല്ലായിടത്തും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ടോയ്ലറ്റിലും ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും നമ്മുടെ കോമൺ ഏരിയയിലേക്ക് എത്തുകയാണ്. അവിടെ ഒരു ഡൈനിങ് ടേബിളുണ്ട്, അതുപോലെ തന്നെ ഒരു ചാരുകസേരയുണ്ട്. മുകളിലത്തെ ഈ നിലയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചായ കുടിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഈവൻ ആ കർട്ടനൊന്ന് മാറ്റിയാൽ പുറത്തെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സൊറ പറഞ്ഞിരിക്കാനും ഈ ഒരു ഏരിയ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ആ കർട്ടൻ മാറ്റിയിട്ട് കാണുന്ന ആ ഒരു വ്യൂ ആണ്. സ്വിമ്മിംഗ് പൂളിലേക്കും അതുപോലെ പെരിയാറിലേക്കും അങ്ങകലെ ആ റെയിൽവേ ട്രാക്കിലേക്കുമുള്ള അടിപൊളി വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് മനോഹരമായിട്ട് ശാന്തമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ളതും ഈ ഒരു ലിവിങ് ഏരിയയുടെ പ്രത്യേകതയാണ്. ഈ ലിവിങ് ഏരിയ ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിങ് ഏരിയയുടെ മുകളിലായിട്ടാണ് വരുന്നത്. ഇത് 4ാമത്തെ അവസാനത്തെ റൂമാണ്. ഈ റൂമും നമ്മൾ 3ാമത്തെ റൂമും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അവിടെ ഒരുക്കിയിരിക്കുന്ന കോട്ടും ഇവിടെ ഇരിക്കുന്ന കോട്ടുമെല്ലാം അതിൻ്റെ ഡിസൈനുമെല്ലാം ഒരുപോലെ തന്നെയാണ്. ലിനൻ കോട്ടൺ വൈറ്റ് ക്ലോത്താണ് ഇവിടെ കവർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. AC, ഫാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ മുമ്പിൽ കർട്ടൺ ഉണ്ട്. ആ കർട്ടൺ മാറ്റിയാൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണത്. ഇതാണ് ലക്ഷൂറിയസ് ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റും മറ്റു ടോയ്ലറ്റുകളെ പോലെ തന്നെ ഗ്ലാസ് പാർട്ടീഷനും മിററും ലൈറ്റും വാഷ് ബേസിനും കൊണ്ട് അതിമനോഹരമായി ഉപയോഗിച്ചിരിക്കുന്നു. എല്ലായിടത്തും ടൈലുകൾ വളരെ പ്രത്യേകതയോടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ടോയ്ലറ്റിലെ ടൈൽ വിന്യാസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഞാൻ വീണ്ടും റൂമിലേക്ക് എത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഷട്ടർ പാർട്ടീഷൻ ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. എല്ലാ റൂമിനും ഷട്ടർ പാർട്ടീഷൻ ഉണ്ട്. ഈ ഷട്ടർ പാർട്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസി നന്നായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് ഈ വില്ലയുടെ എക്സ്റ്റീരിയർ വ്യൂ. എന്ത് മനോഹരമായിട്ടാണ് ഈ വില്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നോക്കുക. എല്ലായിടത്തും പൂക്കളും ഗാർഡനും അതുപോലെ തന്നെ മരങ്ങളും വൃക്ഷലതാദികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വില്ല. ഇതിൻ്റെ ഉടമ പറയുകയുണ്ടായി, ഈ വില്ല രാത്രി കാണാൻ അതിഗംഭീരമാണെന്ന്. രാത്രിയിൽ അങ്ങകലെ ഒരു ട്രെയിൻ പതുക്കെ പോകുന്നുണ്ട്. രാത്രിയായി വില്ലയിൽ എല്ലായിടത്തും ലൈറ്റ് ഇട്ടു. എന്തു മനോഹരമായിട്ടാണ് ഈ വില്ല കാണുന്നത്. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഗ്ലാസ് റിവർ റിട്രീറ്റ്. ഗ്ലാസും റിവറും ശാന്തതയും ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു റിട്രീറ്റായിട്ട് മാറുന്നു. എന്തു മനോഹരമാണ്, എന്ത് സുന്ദരമാണ്, എന്തൊരു ശാന്തമാണ്. തീർച്ചയായും ലക്ഷൂറിയസ് സ്റ്റേ ആഗ്രഹിച്ചു വരുന്ന ഏതൊരു മനുഷ്യർക്കും ഈ ഇവിടം സ്വർഗം തന്നെയാണ്. രാത്രിയായി കഴിയുമ്പോൾ പെരിയാറിൽ അല്പം തണുപ്പുണ്ടാകും. ആ തണുപ്പത്ത് ഈ കാറ്റ് വരുമ്പോൾ ആ കാറ്റത്ത് ഈ ഊഞ്ഞാലിലിരുന്ന് ആ കാറ്റ് ആസ്വദിച്ച് സൊറകൾ പറഞ്ഞ് രസിച്ച് ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് സമയം ചെലവഴിക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അധികം വൈകാതെ തന്നെ നിങ്ങൾക്കും ഈ വില്ലയിൽ താമസിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആലുവയുടെ മനോഹാരിതയിൽ തിരക്കിൽ നിന്നൊഴിഞ്ഞ് അങ്ങ് പെരിയാറിൻ്റെ തീരത്ത് മനോഹരമായി താമസിക്കാൻ പറ്റിയ ഒരു ലക്ഷൂറിയസ് സ്റ്റേ തന്നെയാണ് ഗ്ലാസ് റിവർ റിട്രീറ്റ്. രാത്രിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ മനോഹാരിത കൂടുന്നതായി എനിക്ക് തോന്നുന്നു. ഉള്ളിലേക്കൊന്ന് പോയി വരാം.
നമ്മൾ നേരത്തെ കണ്ട ലിവിംഗ് റൂമിൻ്റെ മറ്റൊരു പകർപ്പാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ലൈറ്റ് ഇട്ട പോലെ ആ വാം ലൈറ്റ് ഈ ലിവിംഗ് റൂമിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ ഭീമാകാരമായിട്ടുള്ള ഗ്ലാസ് ഭിത്തിയിൽ ഇതിൻ്റെ നിഴൽ പതിക്കുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് കാണുന്നത്. നേരത്തെ കയറിയ സ്ഥലമേയല്ല എന്നുള്ളൊരു ഫീല് എനിക്ക് വന്നു പോകുന്നു. എല്ലായിടവും മാറിയതായിട്ട് മനസ്സിലാകുന്നു. രാത്രിയിൽ ഈ വില്ലയ്ക്ക് മറ്റൊരു സൗന്ദര്യമാണ്, പകലിൽ ഈ വില്ലയ്ക്ക് വേറൊരു സൗന്ദര്യവും. ഇനി എല്ലാ ലൈറ്റും ഓഫ് ചെയ്യുമ്പോഴും ഈ വില്ലയ്ക്ക് മറ്റൊരു സൗന്ദര്യമുണ്ടാവും. എന്തു മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്, ആംബിയൻസാണ് ഇവിടെ താമസിക്കുന്നവരെ കാത്തിരിക്കുന്നത്. രാത്രിയിൽ പെരിയാർ പതുക്കെ ഒഴുകുമ്പോൾ ഇവിടെ തലയണ വെച്ച് നമുക്കും പതുക്കെ ഉറങ്ങാം. ഇതാണ് എൻട്രൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻട്രൻസ് ആണിത്. ഈ സൈഡിലൂടെ എൻട്രൻസിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. എല്ലാം ഓട്ടോമാറ്റിക് ഡോറും ഓട്ടോമാറ്റിക് ഓപ്പണുകളുമാണ്. വളരെ ടെക്നിക്കലായിട്ട് ലക്ഷൂറിയസ് ആയിട്ടാണ് ഈ ഒരു ഗ്ലാസ് റിവർ റിട്രീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ വരുന്ന മനുഷ്യരുടെ മനസ്സുകളിൽ ഇടം പിടിക്കാൻ അധികം സമയം വേണ്ട ഗ്ലാസ് റിവർ റിട്രീറ്റിന്. അത്രയ്ക്കും മനോഹരിയാണിത്. ഞാൻ വീണ്ടും ആലുവയുടെ തിരക്കിലേക്ക് ഊളിയിടുകയാണ്. തീർച്ചയായും ഈ ഒരു വില്ലയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കിവിടെ താമസിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.